ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ആദ്യമായിട്ട് നോമ്പെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്കൂളൊക്കെ പോയിട്ട് വരിക. അപ്പം ഞാൻ ഇനി വൈകുന്നേരം വരെ നിൽക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ജിലിമോള് പറയുമ്പോൾ വലിയ മോള് കളിയാക്കുകയാണ് കേട്ടോ. അതാണ് കേട്ടോ ഇങ്ങനെ ഇന്ന് ക്ഷീണുണ്ടാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിന് എനിക്ക് ക്ഷീണുണ്ടാവുന്നു. അപ്പം ഞാൻ പറഞ്ഞു ക്ഷീണുണ്ടാവില്ല. അപ്പം ഇമ്മ ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ജിലിമോളെ ആദ്യത്തെ നോമ്പാണ്. നോമ്പൊക്കെ എടുത്ത് സ്കൂളിലൊക്കെ പോയി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വൈകുന്നേരത്തേക്കുള്ള ഫ്രൂട്ട്സ് കുറച്ച് മുന്തിരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലോണം നാവട്ടെ. പിന്നെ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടെന്ന് ഒരു 6 കേട്ടോ, നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് വയ്യ, കയ്യിലാകെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് കേട്ടോ. കൈ എന്താ അറിയില്ല, ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഈ അസുഖം. വലത്തെ കൈയിൻ്റെ മുട്ടിൻ്റെ ഭാഗം അല്ലെങ്കിൽ കൈത്തണ്ടൻ്റെ ഭാഗത്തൊക്കെ വേദന, അങ്ങനെ പൊന്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ അത് കാണിക്കാനും ഡോക്ടറെ അടുത്തേക്കൊന്ന് പോകണം. പിന്നെ മീനുണ്ട്, കുറച്ച് ചിക്കനുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ കുറച്ചൊക്കെ വേണം. പിന്നെ ചിക്കൻ കുറച്ച് ഉണ്ടായിരുന്നു, അത് ഞാൻ കുറുമാക്കി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ മീൻ കറി അടുപ്പത്ത് വെച്ചായിട്ടുണ്ട് കേട്ടോ. നല്ല കറിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഞാൻ പിന്നെന്താ സ്പെഷ്യൽ വെച്ചാൽ ചെറുനാരങ്ങ ജ്യൂസാണ് കേട്ടോ. അത് വെറൈറ്റി ജ്യൂസാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് കണ്ടു വെക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പുണ്ട്, അതൊരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുനാരങ്ങൻ്റെ കുരുവൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പം വേറെ ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. കുറച്ച് പഞ്ചസാര ഇടണേ, ആവശ്യത്തിനുള്ള മധുരം കേട്ടോ. ഓരോരുത്തർക്കനുസരിച്ച് മധുരം ഇടണം. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണമല്ലോ നോമ്പാകുമ്പോൾ. അപ്പം മധുരം കുറച്ച് കുറക്കണതാവും നന്നാവുക. അപ്പോൾ കുറച്ച് മധുരമാണ് ഞങ്ങളിട്ടത്. അപ്പോൾ ഞാനിത് അതും ഇട്ട് നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതും ആഡ് ചെയ്തിട്ട് നല്ലോണം അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പാല് പോലത്തെ ലൈമാണ് കേട്ടോ ജ്യൂസ്, അത് ചെറുനാരങ്ങൻ്റെ ജ്യൂസ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ പൊന്നിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഓരോ വിത്തിനുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തൂക്കുപാത്രത്തിലേക്കാണ് കേട്ടോ അത് ഒഴിച്ചത്. കാരണം നോമ്പിൻ്റെ ടൈമിൽ വെള്ളം ഒരു വക, ജ്യൂസ് ഒരു വക, തരിക്കഞ്ഞൊരു വക, പിന്നെ ചായ ഒരു വക. അപ്പോൾ പാത്രം എത്ര തേച്ചാലും തേയില്ല കേട്ടോ, എല്ലാം റെഡിയായി അവിടെ നിൽക്കണ്ടേ. അപ്പോൾ ഞാനിതാ തൂക്കുപാത്രം കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഫ്രിഡ്ജിലവിടെ നിൽക്കട്ടെ, എന്നാൽ പിന്നെ തണുത്തോളും. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നൂൽപുട്ടാണ് കേട്ടോ, നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് തരിക്കഞ്ഞിയാണ് കേട്ടോ, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫസ്റ്റത്തെ ദിവസം ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കിയപ്പം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒന്ന് കുറച്ചിട്ടോ. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു 1/2 ഗ്ലാസ്സോളം ഉള്ളൂ കേട്ടോ. കാരണം എല്ലാം കൂടി കുടിക്കുമ്പോൾ ആർക്കും വേണ്ടിയിട്ടില്ല. പിന്നെ നൂൽപുട്ടാണ്, നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നൂൽപുട്ട് ഓരോ സ്ഥലത്തേക്കും. അപ്പോൾ ഇടിയപ്പം എന്നൊക്കെ പറയും കേട്ടോ, നമ്മൾ നൂൽപുട്ട് എന്നാണ് പറയുക. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കി വാഴൻ്റെ ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് കൈയല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. എനിക്ക് നൂൽപുട്ടിൻ്റെ പാത്രം സ്റ്റീമർ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാത്രം ഒഴിവാക്കിയതിന് ശേഷം വാഴൻ്റെ ഇലയിൽ വെച്ച് കൊടുക്കണം കേട്ടോ, അടിയത്തെ തട്ട് മാത്രം വെച്ചിട്ട്. അപ്പോൾ വാഴൻ്റെ ഇലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഉണ്ട്, അങ്ങനെ അത് കുറച്ച് ആക്കിയെടുക്കാൻ കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്, നേരം വൈകുകയും ചെയ്തിട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ച് നേരം വൈകിയതാണ്. അപ്പോൾ പോയപ്പോൾ ഡോക്ടർ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് നാളെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നേരം വൈകിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയിട്ടോ.
അപ്പോൾ ഇതാ ചായയും കടിയും എല്ലാം റെഡിയായി ടേബിളിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നോമ്പ് തുറങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ജീലു ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്കാനൊന്നും വേണ്ട, ആദ്യത്തെ നോമ്പാണ്. ഫസ്റ്റത്തെ ദിവസം അങ്ങനെ തന്നെയാണ്, പിന്നെ ശരിയായിക്കോളെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെല്ലെ സ്ലോയിലാണ് തിന്നണത്, ഭയങ്കര ക്ഷീണിച്ചു. അപ്പോൾ ഇത് പറയാണ് കേട്ടോ ഓള് നോമ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ പറയാണ്. പക്ഷേ TV തുറന്ന് വെച്ചിട്ടുണ്ട് അവിടെ. എന്താ പൊന്നൂന് ചായ അടിക്കുന്ന നേരത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ വിചാരിച്ച് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടാൽ പ്രശ്നം വിചാരിച്ചിട്ട് ഞാൻ ഓളെ സൗണ്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. പിന്നെ രാത്രി സ്കൂളിലേക്ക് ഇതാ കുറച്ച് ചിത്രം വരച്ചു കൊടുക്കണം, പിന്നെ എന്താ ക്ലോക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ നിലത്ത് പായൊക്കെ വിരിച്ച് അങ്ങനെ ഇതാ ക്ലോക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒന്ന് ജസ്റ്റ് ടീച്ചർ വരച്ചു കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അപ്പോൾ പൊന്നിന് ദേഷ്യം പിടിച്ചത് അവിടെ പായി കൊടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടില്ലേനു, പിന്നെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ദേഷ്യം പിടിച്ച് തെറ്റിക്കെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും വരാം. അതുവരെ അസ്സലാമു അലൈക്കും.